മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വന്തം നക്ഷത്രമാണ് രോഹിണി. ആകർഷണീയമായ വ്യക്തിത്വവും സൗന്ദര്യവുമുള്ള രോഹിണി നക്ഷത്ര ജാതർ ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്രകോപികളുമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം പ്രകടിപ്പിക്കുന്നവരാണ് രോഹിണി നക്ഷത്ര ജാതർ. ബ്രഹ്മാവാണ് ദേവത, മനുഷ്യഗണമാണ്, യോനി സ്ത്രീ, മൃഗം പാമ്പ്, ഭൂതം ഭൂമി, പക്ഷി പുല്ല്, വൃക്ഷം ഞാവൽ. വൈവാഹിക ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഒരു പരിധിവരെ 2026 വിഷുവർഷത്തിൽ കഴിഞ്ഞു പോകുന്നതാണ്. രോഹിണി നക്ഷത്ര ജാതരുടെ പങ്കാളിക്ക് വിദേശവാസത്തിന് യോഗമുണ്ട്. യാഥാസ്ഥിതികത മനസ്സിലാക്കാതെ മറുപടി പറയുന്നത് മനപ്രയാസത്തിന് വഴിയൊരുക്കും. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സ്വയം ബഹുമാനം നൽകുന്നവരാണ് രോഹിണി നക്ഷത്ര ജാതർ. മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നു എന്ന ഒരു തോന്നൽ ഇവരിൽ സാധാരണമാണ്. ഇവരുടെ നിലവാരത്തിനനുസരിച്ച് സംസാരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റുള്ളവർ അകന്നു നിൽക്കുകയാണ് എന്ന് ഇക്കൂട്ടർ ശ്രദ്ധിക്കാറേയില്ല. ഉള്ളിൽ ഭയം വെച്ച അമിതമായ ധൈര്യം വെച്ച് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 2026 ജീവിതത്തിൽ വളരെ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അന്യരുടെ ഭാഗത്ത് നിന്ന് മാനസികമായി തളർത്തുന്ന സംസാരങ്ങൾ ഉണ്ടായാലും ചെവി കൊടുക്കേണ്ടതില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മറുപടി കൊടുക്കാൻ 2026 കഴിയുന്നതാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കുന്നതാണ്. രോഹിണി നക്ഷത്ര ജാതർക്ക് തികച്ചും ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് 2026 വിഷുവർഷം. വർഷത്തിൻ്റെ ആരംഭം വളരെ മികച്ചതായിരിക്കും. ദൈവാധീനം കുറയുന്നത് കൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തേണ്ട സമയമാണ്. പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രവർത്തന രംഗത്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുകയും കഠിന പ്രയത്നം കൊണ്ട് പ്രശ്നങ്ങൾ വഴിമാറിപ്പോവുകയും ചെയ്യുന്നതാണ്. ഏത് തിക്താനുഭവങ്ങളിലും സംയമനം പാലിക്കേണ്ടതാണ്. രോഹിണി നക്ഷത്ര ജാതർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വർഷമെങ്കിലും വളരെയധികം ഗുണാനുഭവങ്ങളാണ് 2026 വിഷുവർഷം പ്രദാനം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിനും ഉന്നത വിജയം ലഭിക്കുന്നതിനും ഉപരിപഠനത്തിനും വളരെയധികം അനുകൂലമായ സമയമാണ്. ഏത് കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടാലും അവയെല്ലാം പൂർവാധിക ശക്തിയോടെ മറികടന്ന് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. പ്രണയബന്ധത്തിലായിരിക്കുന്ന യുവതിയുവാക്കൾക്ക് പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെടുന്നതിനും വിവാഹ നിശ്ചയത്തിലേക്കോ വിവാഹത്തിലേക്കോ കടക്കുന്നതിനും അനുകൂലമായ സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. പുതിയ ഭവനം വാങ്ങുന്നതിനും വീട് പൊളിച്ച് പണിയുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ ധനാഗമ മാർഗങ്ങൾ തേടിയെത്തുന്നതാണ്. നിലവിൽ രോഗാവസ്ഥയിലിരിക്കുന്നവർ അതതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടേണ്ടതാണ്. കൃത്യസമയത്ത് ഔഷധ സേവ നടത്തുന്നത് വഴി ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. വളരെയധികം ശ്രമഫലമായി ഭൂമിയിൽ പിറവിയെടുത്ത നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രോഹിണി നക്ഷത്ര ജാതരുടെ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാവുന്നതിനായി
നക്ഷത്രവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതും നക്ഷത്ര പക്ഷി മൃഗാദികളെ വളർത്തുന്നതും ഉത്തമമാണ്. വലിയ വൃക്ഷങ്ങളാണ് എങ്കിൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങളാണ് നക്ഷത്ര പക്ഷി മൃഗാദികളെങ്കിൽ നമുക്കത് കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം നക്ഷത്രത്തിൻ്റെ വൃക്ഷം നശിപ്പിക്കാതിരിക്കുന്നതും പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നക്ഷത്ര ദേവതയെ ഭജിക്കുന്നതും ഉത്തമമാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ സംയമനം കൊണ്ട് നീങ്ങിപ്പോകുന്നതാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും പ്രശ്നപരിഹാരത്തിന് ഉത്തമമാണ്. രോഹിണി നക്ഷത്ര ജാതരുടെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. മാസത്തിലൊരിക്കലെങ്കിലും കുടുംബക്ഷേത്ര ദർശനം ശീലമാക്കേണ്ടതാണ്. ഇതര മതസ്ഥർ സ്വന്തം ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.